ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മാർച്ച് 2 സ്റ്റോക്സും നിഫ്റ്റിൻ്റെ ലെവൽസുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ഓക്കെ, ഹ്യൂജ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. മോർണിംഗിൽ ഉണ്ടായിരുന്ന ലോനെ പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നാളെ ഈ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് എന്നുള്ളൊരു ഇൻഡിസിഷനാണ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കുന്നതും കുറച്ച് റിസ്കി ടാസ്ക്കാണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മൊമെൻറ്റം പ്രതീക്ഷിച്ചിട്ട് ട്രേഡ് എടുക്കാനുള്ളൊരു അവസ്ഥ ഇല്ല. അപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകേണ്ടതായിരുന്നു. ഓക്കെ, ബട്ട് ഇവിടെ അത് ഹോൾഡ് ചെയ്തു. ഇനി ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 14,810 എന്നുള്ള റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു അപ്വാർഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ഇനി ആ റേഞ്ച് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു സൈഡ് വൈസ് മാർക്കറ്റും പ്ലസ് ഒരു ചെറിയൊരു ബിയറിഷ്നെസ്സിന് ചാൻസും ഉണ്ടാകും. അപ്പോൾ നമുക്കതിൻ്റെ ലെവൽസ് പറയാം. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസാണ്. എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡ് ലൈൻ, നമ്മൾ വരച്ച ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്സ്, ഇതൊക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പൊസിഷനെ. ഓക്കെ, ഇത് ഞാനിപ്പോൾ വരച്ച ലൈനാണ്. ഓക്കെ, എന്തായാലും ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വരച്ചത്. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്, ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഏത് റീജിയൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് ഈ റീജിയനാണ്. ഓക്കെ, 1880 എന്നുള്ള റീജിയൻ. ഈ ഒരു റീജിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു സെല്ലിംഗ് എൻട്രിക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലെവലിന് താഴത്തേക്കായിരിക്കും ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നതുകൊണ്ട് ഈ ഒരു റീജിയന് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്കായിരിക്കും ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്തൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ എന്തായാലും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെയുള്ളത് ഈ ഗ്യാപ്പ് റീജിയനാണ്. ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതൊരു 15,000 റീജിയൻ കൂടിയാണ്. നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ അതിൻ്റെ ലെവൽസ് നോക്കി. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിൻ്റെ ലെവൽസ് കൂടി നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ വരച്ചിട്ട് അതേ ലൈൻസ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഭാഗത്ത് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് നോക്കി. ഓക്കെ, ഈ ഒരു റീജിയനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നാളെ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോളോ നമുക്ക് പ്രതീക്ഷിക്കുക. അതൊരു 35,000 റീജിയനാണ്. നമ്മൾ ഈ ഒരു റീജിയനിലേക്ക് വരുന്നേക്കാൾ മുന്നേ വരച്ചിട്ട ലൈനാണ് ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് ലൈൻ. ഓക്കെ, അത് 35,000 എന്നുള്ളൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. ഇനി നാളെ ഒരു അപ്വാർഡ് മൊമെൻറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് ആവണം. ഓക്കെ, ഇനി ഒരു സെല്ലിംഗ് പ്രഷറാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് ആയാൽ തന്നെ നമുക്കൊരു സെല്ലിംഗ് പ്രഷറിന് ചാൻസ് ഉണ്ട്. ഇങ്ങനൊരു ട്രെൻഡ് ലൈനും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ഔട്ട് ആവുമെന്ന് പറഞ്ഞാൽ ഫേക്ക് ബ്രേക്ക് ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മളെ ഫേക്ക് ആയിട്ടുള്ള ഡൗൺവേർഡ് മൂവ്മെൻറ്റിനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിൻ്റെ ലെവൽസ്. ഇനി നമ്മുടെ സ്റ്റോക്സിലേക്ക് കയറാം. ഫസ്റ്റിന് LIC ആണ്. LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. LIC ഹൗസിംഗ് ഫിനാൻസ് ഇങ്ങനെയൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ആക്ഷൻ പാറ്റേൺ തന്നെയാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ട്രെൻഡ് റിവേഴ്സലാണോ താഴ്ത്തിക്കാണോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ ഈ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു അപ്വാർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. കാരണം ഇത് ട്രെൻഡ് റിവേഴ്സലായിട്ട് പരിഗണിച്ച് ട്രേഡ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇന്ത്യ സിമെൻ്റ് ആണ്. ഇന്ത്യ സിമെൻറ്റ് ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയനാണ്. ആ റീജിയൻ്റെ അടുത്താണ് ഹ്യൂജ് വോളിയത്തോടു കൂടി ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. നാളെയും ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതും ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇതൊരു സ്വിങ്ങിന് പറ്റിയ ഒരു എൻട്രി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ അനലൈസിങ് കൂടി നടത്തിയതിന് ശേഷം ട്രേഡ്സ് എടുക്കുക. ഓക്കെ,
അപ്പോളോ ടയറാണ്. അപ്പോളോ ടയറിലും സെയിം പാറ്റേൺ തന്നെയാണ്. ഈ ഒരു റീജിയൻ, ഈ ചെറിയൊരു റീജിയൻ റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. നാളെ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ പോരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ലൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ ഈ റീജിയൻ വരെയൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു 2 rupees 3 rupees ഒക്കെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് നല്ല ബെയറിഷ്നെസ് ആയിരുന്നു ഈ ഒരു ഭാഗത്ത്. അതിനുശേഷം റീട്രേസ്മെൻറ്റ് തന്നു. വീണ്ടും താഴത്തേക്ക് വരാനുള്ള ശ്രമം നടന്നില്ല. വീണ്ടും മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു നെക്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ടും കൂടി നമുക്ക് കണക്കിലെടുക്കാം. ഇത് മദേഴ്സ് ആൻഡ് സുമിയാണ്. മദേഴ്സ് ആൻഡ് സുമി ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് റീജിയനായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ നല്ല വോളിയത്തോടു കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രൈസ് ആക്ഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തുന്നു. റീട്രേസ്മെൻറ്റ് വീണ്ടും തന്നെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല അപ്വേർഡ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് LIC ഫിനാൻസ് ആയിരുന്നു. അത് 437 റേഞ്ചിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 427 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇന്ത്യ സിമെൻ്റ് ആണ്. ഇന്ത്യ സിമെൻറ്റ് 178 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 172 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോളോ ടയർ ആണ്. അപ്പോളോ ടയർ 248 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പോവുകയാണെങ്കിൽ 250 എന്നുള്ള ചിലപ്പോൾ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും. കുറച്ചുകൂടി സേഫ് പ്ലേയേഴ്സ് ആണെങ്കിൽ 250 കൂടി ക്രോസ് ചെയ്തതിന് ശേഷം, അതായത് ഒരു പ്രൈസ് ആക്ഷൻ വന്നതിന് ശേഷം, ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് വന്നതിന് ശേഷം റീട്രേസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചുകൊണ്ട്. ഓക്കെ, ഭാരത് ഫോർജ് 627 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 600 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് 233ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 225 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.